താ താന്നേ വാശി പിടിക്കാൻ ഞാൻ വെച്ചോളാം. പുയിങ്ങനെ തിന്നിട്ട് പണിയെടുക്കാൻ നോക്കിച്ചല്ലേ. ശരിയാ, എനിക്ക് അദ്ദേഹം കോപിക്കും. കൊണ്ട് അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ അദ്ദേഹം കോപിക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ. രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര ബഹളം നടന്നു എന്നുള്ളതാണ്. അനീഷിന്റെ ഒരു കോയിന് ആദിലയും നൂറയും മാറ്റി വെച്ചത് തന്നെയാണ് വിഷയം. ആൾക്ക് ആ കോയിന് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ശാഠ്യം പിടിച്ചിരുന്നു. ആ ഒരു വിഷയത്തെ പോലും നൂറയും ആദിലും പറയുന്ന രീതിയാണ് രസം. അയാൾക്ക് തിരിച്ചു കൊടുക്കുമല്ലോ, അയാളെ നമ്മളൊന്നും ഇതാക്കിയതല്ലേ, പിന്നെ അയാൾ ഇതിനെ ചൂടാവുന്നുള്ളത്. ആളുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം. ആളെ ചൂടാക്കാൻ തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ അനീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത്. ആദിലയും നൂറയും തമ്മിൽ പിരിഞ്ഞു, ഭയങ്കര അടിയായിരുന്നു എന്നുള്ളതാണ്. അവർ രണ്ടുപേരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാവുന്നു. ആദിലക്ക് ഒരു മെയിൽ ഡൊമൈനിന്റെ പോലെ പ്രവർത്തിക്കാൻ അറിയാം, അതേപോലെ തന്നെ പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ അറിയാം, ഭയങ്കര അസൂയുണ്ട്, ജലസ് ഉണ്ട്.